ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഒരു ഇടിയിറച്ചി നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കണം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ നെയ്യിൽ നല്ല വറുത്തങ്ങോട്ട് കോരിയെടുത്ത് മാറ്റിക്കോളൂ. പിന്നെ നമ്മൾ ചോറ് ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനൊരു 10 മിനിറ്റ് നമ്മുടെ അരി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതൊന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് നമ്മളൊരു അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സവോള, ക്യാരറ്റ് തുടങ്ങിയിട്ടുള്ളതെല്ലാം വഴറ്റിയെടുത്തു. അതിനകത്തേക്ക് നമ്മൾ വെള്ളം വാർന്നിട്ടുള്ള നമ്മുടെ അരി ഒന്നിട്ട് ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് വറുത്തെടുത്തു. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ച് ഉപ്പും അതുപോലെ തന്നെ നാരങ്ങാനീരും കുറച്ച് നെയ്യ് ഒഴിച്ച് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചു. അതിനുശേഷം തുറന്നു ഇത്തിരിയും കൂടി നെയ്യും ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ ഗാർണിഷ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇട്ട് ഒരു 10 മിനിറ്റ് കൂടി അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്ച്ചോറ് റെഡി. ഇനി നമ്മൾ ഇടിയിറച്ചി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇടിയിറച്ചി ഒരു 1 അവർ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക, കുതിർന്ന് വരും. അതിനുശേഷം മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ ഇതുപോലെ നമ്മൾ ഇടിയിറച്ചി കിട്ടും. അതിനുശേഷം പിന്നെ നമ്മുടെ കടുക് വറ അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഈ ഐറ്റംസ് ഒക്കെ ചേർത്തോളൂ. ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ചെറിയുള്ളി ചതച്ചിട്ടിടുവാണെങ്കിൽ വളരെ നല്ലത്. അതിനുശേഷം വേണ്ട മസാലകൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി. ഉപ്പ് ചേർക്കേണ്ടതില്ല കേട്ടോ. നമ്മുടെ ഇടിയിറച്ചിക്ക് അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഇടിയിറച്ചി വന്നിട്ട് മിക്സ് ചെയ്തെടുത്തൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇടിയിറച്ചി റെഡി. ഇനി നമ്മൾ നെയ്ച്ചോറ് ഇടിയിറച്ചി ആക്കാൻ പോവുകയാണ്. അതെ, അപ്പോൾ മിക്സിങ് തുടങ്ങി മക്കളെ, അടിപൊളി റെഡി.